വെൽക്കം ടു പാകിസ്ഥാൻ. പാക് ചാര സംഘടനയുമായിട്ട് ബന്ധമുണ്ടെന്ന് സമ്മതിച്ചു എന്നൊക്കെയാണ് റിപ്പോർട്ട് വരുന്നത്. വിവരങ്ങൾ എൻക്രിപ്റ്റഡ് രൂപത്തിൽ ആണ് കൈമാറിയതെന്നും. ആളെ മനസ്സിലായല്ലോ അല്ലെ? യൂട്യൂബർ ആയിട്ടുള്ള ജ്യോതി മൽഹോത്ര നമ്മുടെ ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട വിവരങ്ങളും നാലായിട്ട് മടക്കി പാകിസ്ഥാനിലെ ചാര സംഘടനയുടെ അണ്ണാക്കിൽ തിരികെ കൊടുത്തിട്ടുള്ള ജ്യോതി ചേച്ചി. ഈ ചേച്ചിനെ ഇതുവരെ ആരും തീവ്രവാദി എന്ന് വിളിക്കുന്നത് ഞാൻ കണ്ടില്ല. ഈ ചേച്ചിയുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു പൊളിച്ചു കളയുന്നത് ഞാൻ കണ്ടില്ല. ഈ നല്ല മോളുടെ അച്ഛനെയോ അമ്മയോ ഒന്നും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതൊന്നും ആരും കണ്ടില്ല. ഈ മറ്റേ മോളുടെ പൂർവ്വചരിത്രം തപ്പിക്കൊണ്ട് ഒരു ചാനലുകാരും ക്യാമറ പൊക്കിക്കൊണ്ട് പോകുന്നതും കണ്ടില്ല. ഇവളൊരു തെറ്റ് ചെയ്തപ്പോ ഇവള് മാത്രമായി തെറ്റുകാരി. പക്ഷെ ഇതേ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ? അവരുടെ കുഴി കിടക്കുന്ന വല്യപ്പൂപ്പാന്റെ വരെ മുൻ ചരിത്രങ്ങൾ ചെകഞ്ഞെടുക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നായിരിക്കും അല്ലെ? പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ഈ ജ്യോതി ചേച്ചി കൈമാറി വിവരങ്ങൾ, ഇന്ത്യൻ ആർമിയുടെയും മറ്റുമായിട്ടുള്ള സുപ്രധാന വിവരങ്ങൾ എങ്ങനെയാണ് ഈ ജ്യോതി ചേച്ചിയുടെ കയ്യിലേക്ക് എത്തിയത്? ഒരു 30 ലക്ഷമോ 40 ലക്ഷമോ ഫോളോവേഴ്സ് ഉള്ള ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടിയെന്നുള്ള അന്വേഷണം എന്തെങ്കിലും എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ആളുകളെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് എവിടെ നിന്നിട്ടാണ് ഇത്രയും സുപ്രധാനപ്പെട്ട വിവരങ്ങൾ ആരാണ് കൊടുത്തത്? എവിടെ നിന്നാണ് കിട്ടിയത്?